ഈ അടുത്ത കാലത്ത് നമ്മളെ നാട്ടിൽ വന്ന് ഇപ്പോൾ കാണാതായ ഒരു ഇലയുണ്ട്, കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയും. എങ്ങനെ അതാ പേര് വന്നു എന്ന് എനിക്കറിയൂല. അതിൻ്റെ ഒരു ഔഷധ വീര്യം എത്രയാ! കമ്മ്യൂണിസ്റ്റ് അപ്പ ഒരു അപ്പയുടെ ഇല എടുത്തിട്ട് ഏത് മുറിവിലും അതൊന്ന് ഇങ്ങനെ അതിൻ്റെ ആ നീര് ചേർത്താൽ 24 മണിക്കൂർ ഉണ്ടാവില്ല, കൂടിയിരിക്കും. എന്താ അതിൻ്റെ ഔഷധ വീര്യം! പക്ഷെ അതൊക്കെ നമ്മൾ കാട് വെട്ടി തെളിച്ച് വീട് വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി ഇല്ലേ. അത് വല്ലാത്തൊരു മുതലായിരുന്നു അത്. എൻ്റെ കുട്ടിക്കാലത്ത് ആശുപത്രിയില്ല, ഒരു വൈദ്യരുണ്ടായിരുന്നു, അദ്ദേഹത്തെ തോട്ടുങ്ങല വൈദ്യർ എന്ന് വിളിക്കും. തോട്ടുങ്ങല വൈദ്യർ എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? ആളുകൾ പറയും ഒരു തോട്ടിൽ നിന്ന് വെള്ളം മുക്കി കൊടുക്കുക, എന്നാൽ ദീനം മാറും, കൈപുണ്യം. മൂപ്പരെ കയ്യിൽ ഒരു കളറിൻ്റെ കുപ്പിയിൽ കുറച്ച് കളർ വെള്ളം ഉണ്ടാവും, അത് പള്ളവേദനക്കും അതിനെ കൊടുക്കും, തലവേദനക്കും അതിനെ കൊടുക്കും. ആരോഗ്യം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫ്രിഡ്ജ് ഒഴിവാക്കലാണ്. ആധുനികത നിങ്ങൾക്ക് രോഗവും അകാല വാർദ്ധക്യവും വിഷമകരമായ മരണവും അല്ലാതെ എന്താണ് ആധുനികത നിങ്ങൾക്ക് നൽകിയത്? ഇത് 3 ദിവസം മുമ്പുള്ള നെയ്ച്ചോറ്, ബിരിയാണി കയറ്റും, മന്തി ഇതൊക്കെ എന്തിൽ കയറ്റും, മയനേസ് ഇതൊക്കെ ഇതൊക്കെ രോഗത്തിൻ്റെ കേന്ദ്ര കയറ്റും. സത്യമാണോ അല്ലേ? എന്താ നമ്മളെ അവസ്ഥ? രത്നം കൊണ്ട് എഴുതാവുന്ന, സ്വർണ്ണലിപി കൊണ്ട് എഴുതാവുന്ന മഹത്തായ ആരോഗ്യശീലങ്ങളെ മറികടക്കുന്ന ഒരു പഠനം ഇന്ന് വരെ ലോകത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു നാട്ടിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളെ മക്കൾ. അപ്പം നമ്മുടെ ആചാര്യന്മാർ എന്തു പറഞ്ഞു, അവരെങ്ങനെ ആരോഗ്യത്തെ സൂക്ഷിച്ചു, അവരെങ്ങനെയാണ് 100, 120, 150 വയസ്സ് ജീവിച്ചു. ലോകത്തെ എല്ലാത്തരം രോഗങ്ങളുടെയും തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നാട് ഇന്ന് കേരളമാണ്. ഒരു നിലക്ക് വടക്കൻ മലബാർ, വടക്കൻ മലബാർ എന്നൊക്കെ പറഞ്ഞാലും അതൊരു തെറ്റല്ല. കേരളം മൊത്തത്തിൽ അതെങ്ങനെ സംഭവിച്ചു എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്കൊന്ന് സാമ്പത്തിക മെജോറിറ്റി എല്ലാവിധ നിയന്ത്രണങ്ങളിൽ നിന്നും പുറത്തേക്ക് ചാടാൻ നമ്മെ പ്രേരിപ്പിച്ചു. നിയന്ത്രണങ്ങൾ തീരെ നമുക്ക് ഇല്ലാതെയായി. ഒന്നിനും നമുക്ക് നിയന്ത്രണം ഇല്ലാതെയായി. അപ്പം യാതൊരു ലക്കും ലഗാനും ഇല്ലാത്ത ഒരു പോക്കാണ് നമ്മുടെ കാര്യം. ആരോഗ്യം എന്ന് പറയുന്ന സംഗതിയിൽ തീരെ ഒരു ശ്രദ്ധ നമുക്ക് ഇല്ല. എനിക്കെപ്പോഴും തോന്നിയ ഒരു കാര്യം, ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു തെറ്റായ ഒരു പ്രയോഗമാണ്. ആശുപത്രി വകുപ്പ് മന്ത്രി, ആശുപത്രി വകുപ്പ് എന്നൊക്കെ ആക്കി തിരുത്തിയാൽ അതായിരിക്കും നല്ലത്. എന്തുകൊണ്ടെന്നാൽ ആരോഗ്യത്തിന് വേണ്ടി സർക്കാർ നിലവിലൊന്നും ചെയ്യുന്നില്ല എന്നതാണ് പരമാർത്ഥം. ആശുപത്രി വകുപ്പ്, ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയരുത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പോലും പലപ്പോഴും ആരോഗ്യമുണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. ആരോഗ്യ കേന്ദ്രം, ആശുപത്രി, സർക്കാർ ആശുപത്രികളെ ഗവൺമെൻറ് സർക്കാർ ആരോഗ്യ കേന്ദ്രം, കുടുംബ ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ എഴുതി വെക്കുന്നത് കാണാറുണ്ട്. അതൊക്കെ തെറ്റായ വാക്കുകളാണ്. എന്തുകൊണ്ട്? ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സർക്കാർ ചെയ്യുന്നതായി എൻ്റെ അറിവിലില്ല. മനുഷ്യന് രോഗം വരുമ്പോൾ അലോപ്പതി മരുന്ന് കൊടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് സർക്കാർ ചെയ്യുന്നുണ്ട്, അത് ആശുപത്രി വകുപ്പാണ്. അല്ലാതെ ആരോഗ്യ വകുപ്പ് എന്നതിനെക്കുറിച്ച് പറയാൻ ഇല്ല. ആരോഗ്യത്തെക്കുറിച്ചൊരു ബോധവൽക്കരണവും ഇല്ല. അതുകൊണ്ട് തന്നെ ലക്കും ലഗാനും ഇല്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞു. അത് വളരെ ദുരന്തപരമായ ഒരു സംഗതിയാണ്. എങ്ങനെ നമ്മളിനി മുന്നോട്ട് പോകുമെന്ന് പോലും അറിയൂല. ആ രൂപത്തിൽ ഒന്നിനും ഒരു നിയന്ത്രണമില്ല, ഒന്നിനുമില്ല. ഒന്നിനുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ തട്ടുകടകൾ, ഹോട്ടലുകൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, അത് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ, ആരോഗ്യദായകമാണോ അല്ലേ? ഇതൊക്കെ സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. സർക്കാർ വിചാരിച്ചാൽ അത് നടക്കും. ചില സർക്കാർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇത് നടന്നുകൂടാ? നടക്കും. പക്ഷെ സർക്കാർ അത് വിചാരിക്കണം. സർക്കാർ വിചാരിക്കണം. ഉദാഹരണം പറയാം, അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഭരണാധികാരിയായ ഒരാളെ, അയാൾ ഭരണം ഒഴിഞ്ഞതിൻ്റെ പിറ്റേ താഴ്ച ED കയറി പരിശോധന നടത്തി.
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ മോളുടെയോ മറ്റോ, ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എന്ന് പറയാം. അത്ര ഉന്നതനായ, വളരെ ഉന്നതനായ ഒരാൾ, ഞാനതിനെ എതിർക്കല്ല, അതൊക്കെ അതിൻ്റെ നിയമപരമായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ, അതൊന്നും അല്ല എൻ്റെ പ്രശ്നം. പക്ഷെ അത് നടക്കൂല എന്ന് പോലും വിചാരിക്കുന്നു, നടക്കുന്നു. എന്തുകൊണ്ട്? അത് സർക്കാർ വിചാരിക്കുന്നു. സർക്കാർ വിചാരിച്ചാൽ നടക്കും. നമ്മളെ ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിച്ചതാണോ എന്നറിയാൻ, പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കാൻ സർക്കാരിന് ഉദ്യോഗസ്ഥന്മാർക്കും കഴിയും. അത് വളരെ രോഗാതുരമായ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കേണ്ടിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ യാതൊരു ആരോഗ്യദായകമായ ഒന്നും ഹോട്ടലിൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിൽ ഞാൻ ഹോട്ടലിലെ ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയോ അവരെ കഞ്ഞുകൂടി മുട്ടിക്കുകയോ ചെയ്യല്ല. അതായത് ഒരാൾക്ക് ലാഭം കിട്ടുക എന്നതല്ലല്ലോ വിഷയം, സമൂഹത്തിന് ഇവിടെ ജീവിക്കണ്ടേ. അപ്പം ആരോഗ്യ വകുപ്പ് എന്ന ഒരു വകുപ്പ് സത്യത്തിൽ ഇല്ല, അങ്ങനെ പറയുന്നതിലും ശരിയില്ല. ആശുപത്രി വകുപ്പ് എന്ന് പറയാം. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന വാക്ക് മാറ്റിയിട്ട് ആശുപത്രി വകുപ്പ് മന്ത്രി എന്നാക്കിയാൽ അതായിരിക്കും ഒന്നുകൂടെ വൃത്തി. എന്തുകൊണ്ട്? ആരോഗ്യത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നേയില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? സമൂഹത്തിന് ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗത്തിന് ചികിത്സിക്കലല്ലല്ലോ ആരോഗ്യം. അതാണോ ആരോഗ്യം? സമൂഹത്തിന് ആരോഗ്യം നിലനിൽക്കണം. അവർക്ക് നേരത്തെ തന്നെ പ്രൊട്ടക്ഷൻ വേണം. അനാവശ്യമായ കുറേ കാര്യങ്ങളെ നമ്മളെ കുട്ടികൾക്ക് പഠിക്കുന്നു. അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കാൻ ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടതില്ലേ? ഇംഗ്ലീഷുകാർ എഴുതി വിടുന്ന കുറേ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് നമ്മളെ കുട്ടികൾക്ക് എന്ത് കഴിക്കണമെന്ന് അറിയില്ല. അല്ല, പ്രാഥമിക 1-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ. ഇപ്പം കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കൂ, പൈപ്പ് വെള്ളം കുടിക്കരുത്. പൈപ്പ് വെള്ളത്തിൽ വിശ്വാസ്യതയില്ല, എത്ര കെട്ടി നിന്നോന്നറിയില്ല, ശുദ്ധമായ നല്ല. പിന്നെ ആ വെള്ളത്തിനെ പരിശോധിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയാം, ആ വെള്ളത്തിൻ്റെ പരിശോധിക്കാനുള്ള ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ടല്ലോ. രോഗാണുക്കളില്ലാത്ത നല്ല ഉഷാറുള്ള നല്ല കിണറുകൾ, അതൊക്കെ സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ കാലത്തുണ്ട്. അപ്പോൾ പച്ചവെള്ളം കോരി കുടിക്കുക. ഇത് ഈ വിഷയം നമ്മളെ കുട്ടികൾക്ക് അറിയൂല. കിണറിൽ നിന്ന് കോരി കുടിക്കുന്ന വെള്ളത്തിന് വലിയ വില, വലിയൊരു അതിരാവിലെ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്, കോരി കുടിക്കുന്നത് പഴയ കാലത്തെ ആളുകൾ പ്രോത്സാഹിപ്പിക്കും. പഴയ കാലത്തെ നമ്മളെ നാടുകൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ രാവിലെ എണീറ്റാൽ ആദ്യം വെള്ളം കോരാനാണ് പോവുക. അതായത് രാത്രി എടുത്തു വെച്ച വെള്ളം വരെ ഉപയോഗിക്കൂല. എന്തുകൊണ്ട്? ഫ്രഷായ വെള്ളം എടുക്കും. ഇവിടുന്ന് കിണറിൽ നിന്ന് 4 മണി 4:30 മണി നേരത്ത് കിണർ ബിസ്മി ചൊല്ലി, ഹൈന്ദവരോ ക്രൈസ്തവരോ ആണെങ്കിൽ അവർക്കും ചില മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചൊല്ലിയിട്ട് അവർ കിണറിൽ നിന്ന് വെള്ളം, അതൊക്കെ ദൈവികമായ നിധികളാണ്. മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയൊരു നിധിയാണ് വെള്ളം. മനസ്സിലായില്ലേ? ഭൂമിയുടെ രക്തമാണ് സത്യത്തിൽ എന്ത്? വെള്ളം. ഭൂമിയുടെ രക്തമാണത്. രക്തം പറ്റിയാൽ പിന്നെ മനുഷ്യൻ മരിക്കും എന്നതുപോലെ ഭൂമി മരിക്കും. അപ്പോൾ അതിൻ്റെ വിശുദ്ധതയോടുകൂടെ എടുക്കുക. അശുദ്ധിയുള്ള സ്ത്രീകൾ കിണറ്റിൽ വെള്ളം കോരാൻ പോവില്ല, ഹൈന്ദവ സമൂഹത്തിൽ പ്രത്യേകിച്ചും. അശുദ്ധിയുള്ളവർ, മനസ്സിലായി നിങ്ങൾ? അപ്പം അതിനൊക്കെ ഒരു കാണിച്ച ഒരു പവിത്രത, എന്തൊക്കെ ഒരു പവിത്രത. ഞാൻ അതിൻ്റെ ശരിദോഷങ്ങളെ പറ്റി പറയല്ല, പക്ഷെ ഒരു സമൂഹം അതിന് കൽപ്പിച്ചൊരു പവിത്രത എത്രയാണ്. അശുദ്ധിയുള്ള സ്ത്രീകൾ വെള്ളം കോരൂല. ഞാനത് കോരുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയല്ല, പക്ഷേ എല്ലാ കാര്യത്തിനും ഒരു വല്ലാത്തൊരു അതിൻ്റേതായ വിശുദ്ധി എടുക്കണമെന്നാണ്. ഓരോന്നിനും. ഇപ്പോൾ ഈ മരുന്ന് കൂട്ടുകളെ പറ്റി പഠിച്ചപ്പോൾ, ഈ അടുത്ത കാലത്ത് മരുന്ന് കൂട്ടുകളെ പറ്റി പഠിച്ചപ്പോൾ, ഇപ്പോൾ ഇല പറിക്കുന്നവർ മിണ്ടരുത് എന്നാ പ്രമാണം.
ഏത് ഇല പറിക്കുന്നവർ മിണ്ടരുത്, മിണ്ടാതെ ഇല പറിക്കണ്ടേ. പൂ പറിക്കുന്നവർ, ഇല പറിക്കുന്നവർ ഇല അപ്പോഴേ അതുകൊണ്ട് ഉപകരിക്കൂ. നീ എന്തോ സംസാരിച്ചുകൊണ്ട് ഇല പറിക്കരുത്. അതിനൊരു ജീവനുണ്ട്, അതിനെയും നീ ആദരിക്കണം. നിങ്ങൾ കലപ്പില്ല സംസാരിച്ചുകൊണ്ട് ഇല പറിക്കാൻ പാടില്ല. അത് പഴയ കാലത്ത് ആചാര്യന്മാർ, ആയുർവേദത്തിൻ്റെ ഭാരതീയ ആചാര്യന്മാർ എഴുതി വെച്ചതാണ്. ഔഷധ ഇല എടുക്കുമ്പോൾ എന്ത് വേണം? മിണ്ടരുത്. അത് ഇല കിട്ടുക എന്നുള്ളതല്ല, അവിടെയും നമ്മളൊരു വിശുദ്ധി സൂക്ഷിക്കണം. അതായത് നീ വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടെ പോയിട്ട് എന്ത് ചെയ്യണം? അതിനെ ശ്രദ്ധിച്ചത് പറിച്ചെടുക്കണം. ഒരു മുസ്ലിമാണെങ്കിൽ ബിസ്മി ചൊല്ലും. ഒരു മറ്റ് സമുദായക്കാരൻ അവർക്കും അവരുടേതായ ദൈവസ്തോത്രങ്ങളുണ്ടാവും. കാരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് തണ്ട്, ഇല, മരം, ചെടി, ഇതൊക്കെ അനുഗ്രഹങ്ങളാണ് അല്ലേ? പറ. അപ്പൊ ഔഷധ ഇലകൾ എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യരുത്? മിണ്ടാതെ പറിച്ചെടുക്കണം. ഇത് പഴമക്കാർ പഴയ കാലത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴെൻ്റെ തല ഇങ്ങോട്ട് തുറന്നു വന്നു. സത്യമാണത്. എൻ്റെ കുട്ടിക്കാലത്ത് മിണ്ടാതെ പറിക്കാൻ പറയും. എന്തൊരു ഇല എടുക്കുകയാണെങ്കിലും മിണ്ടാതെ എടുക്കണം. നിനക്കിത് കഞ്ഞി, നിനക്ക് കൂട്ടാനോ അല്ലെങ്കിൽ ഔഷധത്തിനോ ഒക്കെ ഔഷധങ്ങളാണ്. ഇലകളെല്ലാം ഔഷധങ്ങളാണ്. ഇലകളിൽ ഒന്നിനൊന്ന് ഔഷധങ്ങളുണ്ട്. എല്ലാ ഇലയും ഔഷധമാണ്, എല്ലാം. ഈ അടുത്ത കാലത്ത് നമ്മളെ നാട്ടിൽ വന്ന് ഇപ്പോൾ കാണാതായൊരു ഇലയുണ്ട്, കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയും. എങ്ങനെ അതാ പേര് വന്നു എന്ന് എനിക്കറിയൂല. അതെ 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 അതിൻ്റെ ഒരു ഔഷധ വീര്യം എത്രയാ! കമ്മ്യൂണിസ്റ്റ് അപ്പ ഒരു അപ്പയുടെ ഇല എടുത്തിട്ട് ഏത് മുറിവിലും അതൊന്ന് ഇങ്ങനെ അതിൻ്റെ ആ നീര് ചേർത്താൽ 24 മണിക്കൂർ ഉണ്ടാവില്ല, കൂടിയിരിക്കും. എന്താ അതിൻ്റെ ഔഷധ വീര്യം! പക്ഷെ അതൊക്കെ നമ്മൾ കാട് വെട്ടി തെളിച്ച് വീട് വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി ഇല്ലേ? അത് വല്ലാത്തൊരു മുതലായിരുന്നു. അത് വല്ലാത്തൊരു മുതലായിരുന്നു. എല്ലാം അങ്ങനെയാണ്. എല്ലാ ഔഷധങ്ങൾക്ക് എല്ലാത്തിനും. ഇപ്പം നമ്മളെ നാടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പുളിവെണ്ട. അറിയോ? പുളിവെണ്ട, വെണ്ട അല്ല പുളിവെണ്ട. ഓർമ്മയുണ്ടോ? കിണറ്റിൻകരയിലെല്ലാം ഉണ്ടാക്കും പുളിവെണ്ട. അത് എന്താണെന്നറിയാം, കറി വെക്കുമ്പോൾ അതിൻ്റെ ഈ പുളിവെണ്ടയുടെ കായയിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുക്കും അല്ലികൾ. അതാണ് കറിയിലിടുക. ഔഷധ ഗുണത്തിൻ്റെ പറയാം കലവറയാണത് പുളിവെണ്ട. ഇപ്പോഴും അപൂർവമായി നമ്മുടെ ചില വീടുകളിലൊക്കെ ഉണ്ട്. അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. വലിയ ഗുണമുള്ളതാണ് പുളിവെണ്ട. കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടില്ലേ പുളിവെണ്ട? ചെറുത് ഇങ്ങനെ ഉണ്ടായി കിടക്കും. അതിൻ്റെ അല്ലി എടുക്കുക ചെയ്യുക. അല്ലി ഇങ്ങനെ എടുക്കുക ചെയ്യുക. ചുവന്നൊരു അതെ ആ രൂപത്തിലാണ്. അതിൻ്റെ അല്ലി ഇങ്ങനെ എടുക്കണം. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണം മത്തി ഒക്കെ കറി വെക്കുമ്പോൾ അതിലിട്ടാലൊക്കെ വല്ലാത്തൊരു ഗുണമാണ്. വളരെ നല്ല വല്ലാത്തൊരു ഗുണമുള്ള സാധനമാണ് ഈ പുളിവെണ്ട. അതേപോലെ തന്നെ ഇപ്പോൾ എന്താ സാമ്പാറിൽ ഉപയോഗിക്കാം. ഇങ്ങനെ വല്ലാത്ത ഗുണമാണ്. ഇത്തരം ഔഷധ കൂട്ടുകൾ നമ്മളെ ഭക്ഷണത്തിൽ പഴയ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരളവോളം നമുക്ക് രോഗവും ഇല്ല, ആശുപത്രിയില്ല. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ആശുപത്രിയില്ല, അപൂർവമുണ്ട്. ഉദാഹരണം, നമ്മളെ നാട്ടിലൊരു ആശുപത്രി കാണണമെങ്കിൽ നിലമ്പൂർ പോകണം. എൻ്റെ നാട്ടിലൊരു ആശുപത്രി കാണണമെങ്കിൽ നിലമ്പൂർ പോകണം. നിലമ്പൂർ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമേ ഉള്ളൂ. ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ മഞ്ചേരി പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് പോകണം. കോഴിക്കോട് മൂത്തേടം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 100 കിലോമീറ്ററിന് അടുത്തുണ്ട്. 80-ലേറെ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ആശുപത്രി പോലത്തെ ആശുപത്രി ഉള്ളത് കോഴിക്കോടാണ്. അത്രയും ദൂരമുള്ള ആളുകൾക്ക് ആശുപത്രി ഇല്ല. അതിൻ്റെ ആവശ്യവും ജനങ്ങൾക്കില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ രോഗങ്ങളും ഇല്ല.
ഇന്ന് അതേ മൂത്തയെടുത്ത് എത്ര ക്ലിനിക്കുകളാണെന്ന് കയ്യും കണക്കുമില്ല. ഒരു ആശുപത്രി ഇല്ലാത്ത നാട്ടിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ആശുപത്രി ഇല്ല, എൻ്റെ കുട്ടിക്കാലത്ത് ആശുപത്രിയില്ല. ഒരു വൈദ്യരുണ്ടായിരുന്നു, അദ്ദേഹത്തെ തോട്ടുങ്ങല വൈദ്യർ എന്ന് വിളിക്കും. തോട്ടുങ്ങല വൈദ്യർ എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? ആളുകൾ പറയും ഒരു തോട്ടിന്ന് വെള്ളം മുക്കി കൊടുക്കാൻ ചെയ്യാം, എന്നാലും ദീനം മാറും, കൈപുണ്യം. മൂപ്പര കയ്യിൽ ഒരു കളറിൻ്റെ കുപ്പിയിൽ കുറച്ച് കളർ വെള്ളം ഉണ്ടാവും, അത് പള്ളവേദനക്കും അതന്നെ കൊടുക്കും, തലവേദനക്കും അതിന് കൊടുക്കും, ഒക്കെ അതാ കൊടുക്കുക. ഈ കളർ വെള്ളം അങ്ങനെ കൊടുക്കും. അപ്പോൾ അത് കുറിച്ച് ആളുകൾ ദീനവും മാറും. ഒരു കൈപ്പുണ്യമുള്ള ഒന്നുമില്ല, ജനങ്ങൾക്ക് അങ്ങനെ പറയാവുന്ന ഒന്നുമില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഭക്ഷണത്തിൽ ഇഷ്ടം പോലെ ഔഷധങ്ങളുണ്ടായിരുന്നു. ഭക്ഷണമാണ് ഔഷധം, ഭക്ഷണമാണ് മരുന്ന്. വേറൊരു മരുന്ന് വേണ്ട. നീ ഭക്ഷണത്തെ സൂക്ഷിച്ചാൽ അതാണ് മരുന്ന്. അപ്പം ഇവിടെ ഞാൻ ചർച്ച, സത്യത്തിൽ ഇത് ഞാൻ തന്നെ പറയേണ്ട ഒരു വിഷയമല്ല. പിന്നെ അത്രയും പ്രശ്നത്തിലാണ് സമൂഹം. അതുകൊണ്ട് പറയാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ സർക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, കുട്ടികൾക്ക് അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്ക് കൊടുക്കണം. അത് 1ാം ക്ലാസ് മുതലേ കൊടുക്കണം. ആവശ്യമില്ലാത്ത കുറേ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കൊടുക്കല്ല വേണ്ടത്. വെറുതെ കുറേ കെമിസ്ട്രി കൊടുക്കുക, കുറേ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ തലമുണ്ടാക്കി ഒരു ആവശ്യമില്ല. ഇവരിൽ ഏറിയ കൂറും ഡോക്ടർ ആവാൻ പോകുന്നില്ല. അവർക്ക് കെമിസ്ട്രിയും ഫിസിക്സൊന്നും പഠിക്കേണ്ട ആവശ്യം, ബയോളജിയും പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക. പിന്നെ വലിയ വലിയ പഠനമൊക്കെ നടത്തുന്ന ആളുകൾക്ക് വലിയ പഠനമൊക്കെ പിന്നീട് കൊടുത്തോട്ടെ. പക്ഷെ പ്രാഥമിക ക്ലാസ്സുകളിൽ തന്നെ അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു ധാരണ കൃത്യമായി കൊടുക്കണം, നിർബന്ധമായി കൊടുക്കണം. അപ്പോഴാണ് അങ്ങനെ വന്നാലുള്ളൊരു ഗുണം എന്താണ്? ആ കുട്ടിക്കാലം മുതലേ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആരോഗ്യത്തിന്, ലോകത്തിന് മുഴുവനും ആരോഗ്യ പാഠങ്ങൾ കൊടുക്കാൻ കരുത്തുള്ളൊരു രാജ്യത്താണ് ഈ അധപ്പതനമുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് നമ്മുടെ ആയുർവേദം അത് ലോകത്തെ ഏറ്റവും വലിയൊരു ചികിത്സാ മാർഗമാണ്. ലോകത്തെ ഏറ്റവും ഉത്തമമായ ചികിത്സാ മാർഗങ്ങളിൽ ഒന്നാണ് ശുദ്ധമായ ആയുർവേദം. ഞാൻ ശുദ്ധം എന്ന് പറയാൻ കാരണം പിൽക്കാലഘട്ടത്തിൽ അലോപ്പതി അതിനെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആയുർവേദത്തിനെ ആശ്രയിക്കാനും ജനങ്ങൾക്ക് വിശ്വാസ്യതയില്ല. എന്തുകൊണ്ട്? ഒരു നിലക്ക് ആയുർവേദത്തെയും ആര് കൈയടക്കിക്കൊണ്ടിരിക്കുന്നു? അലോപ്പതി. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്തെന്നാൽ, കുട്ടികൾക്ക് അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം എങ്ങനെ, ഒരാളുടെ ആരോഗ്യം എങ്ങനെ കുട്ടിക്കാലം, പിന്നെ കൗമാരക്കാലം, യൗവനകാലം, എങ്ങനെയാണ് നല്ല രക്താണുക്കൾ ഉണ്ടാകുന്നത് ശരീരത്തിൽ, എങ്ങനെയാണ് രക്തം ദുഷിക്കുന്നത്, ഇതൊക്കെ പ്രാഥമികമായ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ ആചാര്യന്മാരുടെ പഠനങ്ങൾ ധാരാളമുണ്ട്. ആ പഠനത്തെ വെല്ലാവുന്നൊരു പഠനം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടുമില്ല. ഭാരതീയ ആചാര്യന്മാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആയുർവേദത്തിൽ എഴുതി വച്ച, രത്നം കൊണ്ടെഴുതാവുന്ന, സ്വർണ്ണലിപി കൊണ്ടെഴുതാവുന്ന മഹത്തായ ആരോഗ്യശീലങ്ങളെ മറികടക്കുന്ന ഒരു പഠനം ഇന്ന് വരെ ലോകത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു നാട്ടിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളെ മക്കൾ. നമ്മുടെ ആചാര്യന്മാർ എന്തു പറഞ്ഞു, അവർ എങ്ങനെ ആരോഗ്യത്തെ സൂക്ഷിച്ചു, അവരെങ്ങനെയാണ് 100, 120, 150 വയസ്സ് ജീവിച്ചു. ഞാൻ വാഗ്ഭടാനന്ദ സ്വാമികളെ കുറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, 135 വയസ്സിലാണ് വാഗ്ഭടാനന്ദ സ്വാമികൾ മരിക്കുന്നത്. അവരുടെ പുസ്തകമാണ് അഷ്ടാംഗ ഹൃദയം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സർക്കാർ ഗൗരവമായി ചിന്തിക്കണം. ഇന്ന് ആരോഗ്യ വകുപ്പ് എന്ന ഒരു സംഗതി ഇല്ല എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരണം. ഇന്ന് ആരോഗ്യ വകുപ്പല്ല, ആശുപത്രി വകുപ്പാണ്. ആരോഗ്യ വകുപ്പ് എന്നൊരു സംഗതി നിലവിൽ കേരളത്തിലില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് തെറ്റായ വാക്കാണ്. എന്തുകൊണ്ട്? ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല.
ആശുപത്രി വകുപ്പും ആരോഗ്യ വകുപ്പും രണ്ടാണ്. രോഗം വന്നാൽ ചികിത്സിക്കുന്നതല്ല ആരോഗ്യവകുപ്പ്. ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്യുക. നമ്മൾ ഇന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ റേഷനരി കഴിച്ചാൽ പോലും മനുഷ്യൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. ഇന്നത്തെ റേഷനരി കഴിച്ചാൽ മതി. ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെയാണ് എന്തില്ലാതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സാധനങ്ങളാണ് എന്തില്ലാതാക്കുന്നത്, ആരോഗ്യം ക്ഷയിപ്പിക്കുന്നത്. അപ്പം ഞാനൊന്നും പറയല്ലേ, ഇത് വളരെ ഞാൻ ബഹുമാനത്തോടു കൂടി പറയാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ഗൗരവമായൊരു പുനഃപരിശോധന നടത്തണം. ഏറ്റവും പ്രധാനമാണ് മനുഷ്യൻ്റെ ആരോഗ്യം. അതിനേക്കാൾ വലിയ ഒരു സംഗതിയുമില്ല. ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമാണ്. എല്ലാം ഫലമാ ബലഗ അശുദ്ധഹോസ്തവ, എല്ലാ വേദഗ്രന്ഥങ്ങളും അങ്ങനെ പറഞ്ഞത്. എല്ലാ ആചാര്യന്മാരും ആരോഗ്യമുള്ളവരാണ്. എല്ലാ ആചാര്യന്മാരും എല്ലാവരും പ്രകൃതിദത്തമായ സാധനങ്ങൾ ഉപയോഗിച്ചവരാണ്. എല്ലാവരും അതിനപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല. യേശുവാണെങ്കിലും ഇനി ആരാണെങ്കിലും, നമ്മൾ മുഹമ്മദ് നബിയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, യേശുവാണെങ്കിലും ഇനി ചരിത്രത്തിൽ കടന്നുപോയ മഹാചാര്യന്മാരെ എടുത്ത് നമ്മൾ പരിശോധിച്ചാലും അവരൊക്കെ ആരോഗ്യവത്തായ ശരീരത്തോടു കൂടെ വലിയ ഒരായുസ് ജീവിച്ചവരാണ്. സന്തോഷത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്ക് വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്താനും കഴിഞ്ഞത്. അപ്പം നമ്മൾ ചിന്തിക്കണം. ഈ കൂട്ടത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് കർക്കിടക കഞ്ഞിയെപ്പറ്റിയാണ് പ്രധാനമായും പറയുന്നത്. അതിന് മുമ്പ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഋതുഭേദങ്ങൾ പടച്ച തമ്പുരാൻ്റെ ഒരു മാത്താനുഗ്രഹമാണ്. ഋതുഭേദങ്ങൾ അതായത് നമ്മുടെ വസന്തം, ഹേമന്തം, ഗ്രീഷ്മം, ശിശിരം, ഇത് കൃത്യമായി വരുന്ന ഒരു നാടാണ് കേരളം. അതായത് നമുക്ക് പരിധിയില്ലാത്ത ഒരു വിൻ്റർ സീസൺ നമുക്കില്ല, പരിധിയില്ലാത്തൊരു വേനൽക്കാലവും ഇല്ല. വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ശിശിരവും എല്ലാം 4 ഋതുക്കളും വളരെ കൃത്യമായി ഇന്നും, എന്തൊക്കെ പറഞ്ഞാലും ഇന്നും ചില വ്യത്യാസങ്ങളൊക്കെ ലോകാവസാനത്തിൻ്റെ കെടുതികൾ എന്ന നിലയിൽ നമ്മളിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇന്നും ഋതുക്കൾ കൃത്യമായി വരുന്ന, മഞ്ഞുകാലത്ത് മഞ്ഞുണ്ട്, മഴക്കാലത്ത് മഴയുണ്ട്, വേനൽക്കാലത്ത് വെയിലുണ്ട്. ഇതൊക്കെ വേറെ വേറെ ഗുണങ്ങൾ മനുഷ്യൻ നൽകും. ഇപ്പോൾ വെയിൽ, ഞാൻ വെയിലിനെ കുറിച്ച് പിന്നീട് പറയാം. വെയിൽ കൊള്ളണം, മനുഷ്യൻ വെയിൽ കൊള്ളണം. വെയിൽ ചില ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ ഡി വെയിലിൽ നിന്ന് കിട്ടുന്നത് അളവിൽ, സൂര്യപ്രകാശത്തിന് സൂര്യൻ്റെ വെയിലിൽ നിന്ന് കിട്ടുന്ന അളവിൽ മറ്റൊന്നിൽ നിന്ന് നിനക്ക് കിട്ടാൻ ഇല്ല. മനസ്സിലായി? ഒരു മിതമായ അവസ്ഥയിൽ ഒരാൾ വെയിൽ കായുന്നുണ്ടെങ്കിൽ അയാൾക്ക് രോഗം വളരെ കുറവാണ്. അതും മനുഷ്യന് വേണം. ഇന്ന് അതൊക്കെ നമുക്ക് തെറ്റി. എന്തുകൊണ്ട്? വീട്ടിൽ എ സി, ക്ലാസ് റൂമിലും എ സി, ഓഫീസിൽ എ സി, ആശുപത്രിയിൽ എ സി, കണ്ണൂർത്തൊക്കെ എ സി, കാറിലും എ സി. ഇനി എന്ത് ചെയ്യുക? വീട്ടിൽ എ സി ആണല്ലേ പറയാൻ? വീട്ടിൽ എ സി ഒന്ന്. വീട്ടിൽ നിന്ന് കാറിലിറങ്ങിയാലോ കാറിൽ എ സി. പിന്നെ സ്കൂളിൽ പോയാൽ കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ എ സി, ഓഫീസ് പോയാൽ ഓഫീസിൽ എ സി, സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എ സി, ക്ലിനിക്കിൽ പോയാൽ സെൻട്രൽ എ സി, പള്ളിയിൽ എ സി, അമ്പലത്തിൽ എ സി, ചർച്ചിൽ എ സി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം മലയാളി ഇനി ഈ ലോകത്തെ എല്ലാവിധ രോഗങ്ങളുടെയും കേന്ദ്രമായി ചാകല്ലാത്തൊരു നിർവാഹം ഇനി മലയാളിക്ക് ഇല്ല. മലയാളി ഈ നിലക്ക് മുന്നോട്ട് പോയാൽ മലയാളി രോഗിയായി ചത്തു. രോഗത്തെ തടയാനുള്ള ഒരു വഴിയും ഇല്ല. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം. ഈ ആരോഗ്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് പ്രധാനമായി മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇനി നന്നാവണമെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പഠനം നടത്തുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഞാനിവിടെ പറയുന്നതും എന്നാൽ നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ പറ്റാത്തതുമായൊരു കാര്യം പറഞ്ഞുതരാം. ഒന്ന്, വീട്ടിൽ നിന്ന് ഫ്രിഡ്ജ് ഒഴിവാക്കുക. ഫ്രിഡ്ജ് ഒഴിവാക്കാതെ ആരോഗ്യം ഉണ്ടാവില്ല. അതാർക്കും ഒഴിവാക്കാനോട്ട് കഴിയില്ല. അപ്പോൾ ആരോഗ്യമായിട്ട്
ഉണ്ടാകില്ല. ഫ്രിഡ്ജ് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ആദ്യമായി ആരോഗ്യം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫ്രിഡ്ജ് ഒഴിവാക്കലാണ്. ആധുനികത നിങ്ങൾക്ക് രോഗവും അകാല വാർദ്ധക്യവും വിഷമകരമായ മരണവും അല്ലാതെ എന്താണ് ആധുനികത നിങ്ങൾക്ക് നൽകിയത്? ആധുനികത നിങ്ങൾക്ക് എന്താണ് നൽകിയത്? രോഗം, അകാല വാർദ്ധക്യം, വിഷമകരമായ മരണം. ഈ മൂന്നും പ്രസവിച്ചത് ആധുനികതയാണ്. ആ ആധുനികത പ്രസവിച്ച ഒരു ഉൽപ്പന്നമാണ് എന്ത്? ഫ്രിഡ്ജ്. അത് എടുത്ത് മാറ്റാതെ ഒരിക്കലും ആരോഗ്യമുണ്ടാവില്ല. കാരണം ഒരു ഭക്ഷണ പദാർത്ഥം ഭക്ഷണമാക്കി കഴിഞ്ഞാൽ അത് 3 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ സമയം. അത് പുളിക്കൂല്ല, പേടിക്കും വേണ്ട. ഇവിടെ ആദ്യ പിതാവായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം ഇവിടെ വന്നിട്ടുണ്ടെന്നാണല്ലോ നമ്മുടെ ചരിത്രപരമായി നമ്മുടെ വിശ്വാസം. അപ്പോൾ 10,000 വർഷങ്ങളായി നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. ആദിമ മനുഷ്യന്റെ അടയാളമുള്ള നാടുകളിൽ ഒന്നാണ് നമ്മുടെ തെക്കൻ ഭാരതം. പ്രത്യേകിച്ച് ശ്രീലങ്കയിലേക്ക് പോയാൽ നമ്മുടെ തന്നെ ഒരു ബാക്കി എന്ന് പറയാവുന്നതാണ് ശ്രീലങ്ക. മൗണ്ട് ആദമുണ്ട് അവിടെ. ആദമിൻ്റെ കാൽപാദം പതിഞ്ഞതായി സമൂഹം മനസ്സിലാക്കുന്ന വിലയിരുത്തുന്ന ഒന്നാണത്. അപ്പോൾ അന്ന് മുതലേ മനുഷ്യവാസമുള്ള നാട്ടിൽ ഫ്രിഡ്ജ് വന്നിട്ട് ഇപ്പോൾ 20 കൊല്ലമായി, 25 കൊല്ലമായി. അതിന് മുമ്പില്ലല്ലോ. അന്നുള്ളവർ കഴിച്ചോ ഇല്ലേ? അന്നുള്ളവർ തിന്നോ, കുടിച്ചു, കഴിച്ചു. അവർക്ക് എന്ത് വേണ്ടിയൊന്നുമില്ല. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ കേന്ദ്രമാണ്. രോഗാണുക്കളുടെ കേന്ദ്രമാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ഒഴിവാക്കാൻ തന്നെ വേണം. ഫ്രിഡ്ജ് വന്നപ്പോൾ ആർക്കാ സുഖം ഉണ്ടായത്? പെണ്ണുങ്ങൾക്ക്. ഒറ്റ നേരം വെച്ചാൽ മതി, പിന്നെ അതിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒന്നും കൂടി ചൂടാക്കും, കഴിക്കും. ഈ രോഗമാണ് നീ കഴിക്കണത്. ഒരു ഭക്ഷണം 3 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉപകാരം നിനക്കുണ്ടാവില്ല. ഇത് 3 ദിവസം മുമ്പുള്ള നെയ്ച്ചോറ്, ബിരിയാണി കയറ്റി വെക്കും. മന്തി ഇതൊക്കെ എന്തിൽ കയറ്റും? മയനേസ് ഇതൊക്കെ രോഗത്തിൻ്റെ കേന്ദ്ര കയറ്റി വെക്കും. സത്യമാണോ അല്ലേ? എന്താ നമ്മളെ അവസ്ഥ? എന്താ നമ്മളെ അവസ്ഥ? എന്താ നമ്മളെ അവസ്ഥ? എല്ലാവർക്കും നല്ല ചെറുക്കുണ്ട്. AC-യിലിരുന്നാൽ ചൊറുക്കുണ്ടാവുമല്ലോ, നടക്കാൻ വയ്യ. മലയാളിക്ക് ചൊറുക്കുണ്ട്, AC-യിലിരുന്നാൽ ചൊറുക്കുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? നല്ല ഗ്ലേസിംഗ് ഉള്ള മുഖം, നീരാണിടോ അതിൻ്റെ ഉള്ളിൽ. നീരാണ്. ഒരുത്തനെ ഇവിടെ അടുത്ത ഒരുത്തൻ തൻ്റെ ഭാര്യ സൗന്ദര്യം പോരാ എന്ന് തോന്നിയപ്പോൾ അയാൾ ഭാര്യയെ മൊഴി ചൊല്ലി തലാക്കിൽ. അപ്പോൾ കുടുംബ കോടതിയിൽ അവൾ കേസ് കൊടുത്തു. ഇവിടെ ഉണ്ടായൊരു അനുഭവം പറയുന്നത്, എനിക്കുണ്ടായ എൻ്റെ കേസ് ഡയറിയിലൊരു അനുഭവം പറയുന്നത്. അപ്പോൾ ഈ 2 കുടുംബം ഞാൻ അറിയുന്നതാണ്. ഈ പെണ്ണിൻ്റെ കുടുംബമായിട്ട് കൂടുതൽ അറിയും. അപ്പോൾ കേസിന് പോകും, ഭാര്യയും ഭർത്താവും കേസിന് പോകും കുടുംബ കോടതി. ഈ പെണ്ണിന് പിന്നീട് കിഡ്നി കേടായപ്പോൾ നീര് വന്നപ്പോൾ ഇവൾ ആകൊന്ന് മാറി. മനസ്സിലായില്ല. ആദ്യം അത്രയൊന്നും ഭംഗിയില്ലാത്തൊരു എല്ലും കോലും ആയിരുന്നു ഇവള്. അതുകൊണ്ടാണ് എനിക്കത് പറ്റൂല എന്നത് തൊലാക്കിയത്. പിന്നെ അവൾക്ക് കിഡ്നി കേടായപ്പോൾ നീര് വന്നപ്പോൾ ഇവൾ ഒരു സുന്ദരിയായി പരിഗണിക്കപ്പെട്ടു. അപ്പോൾ കേസിന് ചെന്നപ്പോൾ മെല്ലെ പിന്നെ ഇവളെ വിളിച്ചിട്ട് ഇവൻ ചോദിച്ചു, പപ്പായ കോലത്തിലൊന്നുമല്ല നമുക്ക്, ഞാനേതായാലും ഒരു തൊലാക്കല്ലേ ചെല്ലിയിട്ടുള്ളൂ, ഞാനതൊന്ന് പുനഃപരിശോധിച്ച് നമുക്ക് ഈ കേസ് നടക്കണ്ട, എനിക്കിപ്പം എന്നെ പറ്റി അഭിപ്രായക്കെടുമില്ല എന്ന്. അപ്പോൾ ഓളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കാരണം ഇത് പ്രശ്നം എന്താ? ഓള് സുന്ദരിയായി അവൻ്റെ മുന്നിൽ തോന്നി. കാരണം എന്താ? നീര്. ഇതന്നെയാണ് മലയാളി മൊത്തം.
മലയാളികളെ കാണാൻ നല്ല ചുരുക്ക. ഇപ്പം ചൊറുക്കില്ലാത്ത ഒരാളെ കാണണമെങ്കിൽ നാട് കാണി പോകണം. അവിടെ ഇപ്പം നമ്മൾ ചെന്ന് ചൊറുക്കുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പക്ഷെ ഒന്നിനും പറ്റില്ല, നടക്കാൻ വയ്യ. നടത്തത്തെ ഓട്ടോറിക്ഷകൾ ഇല്ലാതെയാക്കി. നമ്മളെ വാഹനങ്ങളെ കൂട്ടത്തിൽ നമ്മളെ നടത്തമില്ലാതാക്കിയ വാഹനം ഓട്ടോറിക്ഷയാണ്. മോട്ടോർ സൈക്കിൾ, ഓട്ടോറിക്ഷ, ഇതൊക്കെ നമ്മൾ നടത്തമില്ലാതെയാക്കി. ഇതൊക്കെ ഒരു ശപിക്കപ്പെട്ട വാഹനങ്ങളാണ്, നല്ല വാഹനങ്ങളല്ല. ആദ്യകാലത്ത് മുതലാളിമാർക്കാണ് ജീപ്പും കാറും ഉണ്ടാകുക. അപ്പോൾ സാധാരണക്കാർ ബസ്സുള്ള ഏരിയയിൽ ബസ്സിന് പോകും. മിക്കവാറും ഏരിയക്ക് ബസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? നടക്കും. പിന്നെ ഓട്ടോറിക്ഷ വന്നപ്പോൾ നടത്തം കുറഞ്ഞു. അങ്ങനെ നമ്മളെ ചിന്തിക്ക് എവിടെയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെയിൽ കൊള്ളാനുള്ള സാഹചര്യം ഇല്ല. അത് മനുഷ്യന് സ്വാഭാവികമായും വെയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി രോഗം ഉണ്ടാവും. പിന്നെയോ നമ്മൾ പ്രകൃതിദത്തമായി നമുക്കുണ്ടാകേണ്ട ഒരുപാട് കാര്യമുണ്ട്. വളരെ നാച്ചുറലായ ഭക്ഷണം കഴിക്കുക. ആ നാച്ചുറലായ ഭക്ഷണം കഴിക്കാൻ ഇന്ന് നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ പല ഭക്ഷണങ്ങളും ഇപ്പോൾ ഉദാഹരണം പറയാം, ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണവും അവർ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടാക്കി വെച്ച ഭക്ഷണം. പിന്നീട് അവരത് എന്തു ചെയ്യും? ചൂടാക്കി തരും. ഞാൻ അലക്സാണ്ട്രിയയിൽ നിന്ന് ഒരിക്കലും ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അലക്സാണ്ട്രിയയിൽ നിന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് ചൂടുണ്ട്, പക്ഷേ മാംസഭക്ഷണം. മുകൾ ഭാഗത്ത് ചൂടുണ്ട്, അടിഭാഗത്ത് തണുപ്പ്. അപ്പം എന്താ സാധനം? ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അവരൊന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്തതാണ്. അതെനിക്ക് മറക്കാൻ കഴിയില്ല ആ സംഭവം. അതായത് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് ശരിക്കും നമ്മളങ്ങോട്ട് മനസ്സിലായി. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കണം എന്നറിയാം, ഈ ഫ്രിഡ്ജ് എടുത്തു മാറ്റാൻ വീട്ടുകാർക്ക് കഴിയണം. അത് നമ്മളൊരു പ്രൗഢിയായിട്ടാണ് വന്നത്. പഴയ കാലത്ത് നമ്മൾ എന്താ ചെയ്യുക, പിന്നെ ഓഫീസ് മുറിയിലാണ് എന്ത് ചെയ്യുക, ഫ്രിഡ്ജ് വെക്കുക. അതായത് ഞങ്ങൾക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ട്, ഞങ്ങൾ ആരോഗ്യമൊക്കെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട രോഗിയാകാൻ ഞങ്ങൾ ഓർമ്മയില്ല. ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജ് വെക്കേണ്ട സത്യത്തിൽ എവിടെയാ? ആ സ്റ്റോർ റൂമിലാണ്, അടുക്കളയിൽ സ്റ്റോർ റൂമിലാക്കണ്ടേ. നമ്മളെ കുട്ടിക്കാലത്ത് ഫ്രിഡ്ജ് വരുന്ന ആ വരവിൽ ആദ്യമായി ഫ്രിഡ്ജ് വന്നത് എവിടെയാ? ഓഫീസ് റൂമിലാണ്. ഓഫീസ് റൂമിൽ ഫ്രിഡ്ജ് വെക്കുക. ഫ്രിഡ്ജ് കണ്ടാൽ തന്നെ തിരക്കിടില്ല, അതൊരു ഭേദപ്പെട്ട കുടുംബമാണെന്ന് തോന്നും. അപ്പം നമ്മുടെ ഒരു പ്രൗഢിയുടെയും അലങ്കാരത്തിൻ്റെയും ഒരു ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകമായി തുടങ്ങിയതാണ് ഈ ഒരു ആധുനിക ഉപകരണം. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചു. ഫ്രിഡ്ജ് വലിച്ചെറിയണം. ഫ്രിഡ്ജ് ഉള്ള വീട്ടിൽ ആരോഗ്യം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞാൻ പറയാണ്, ഇപ്പം തിയറിയാണ് പറയാന്ന്. ഇപ്പം എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞത് അമ്മ ചൂടായി, നടക്കൂല. ഇന്നത്തെ സാഹചര്യത്തിൽ ഫ്രിഡ്ജ് ഒഴിവാക്കാൻ അവർക്ക് കഴിയും. പിന്നെ എങ്ങനെ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കാനുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കുക. പിന്നെ അന്നുള്ള സാധനങ്ങൾ വാങ്ങുക. ഇപ്പോൾ ഒരാഴ്ചക്കുള്ള തക്കാളി വാങ്ങണ്ട, ഒരാഴ്ചക്കുള്ള മീനും വാങ്ങണ്ട. രാവിലെ ഒരാൾ ഏതായാലും മാർക്കറ്റിൽ പോയി പഴയ നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അല്ലെങ്കിൽ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ മാർക്കറ്റിൽ സാധനം വാങ്ങി. ഈ സാധനം നാളേക്കേ ഉള്ളൂ, മറ്റന്നാൾക്ക് വേറെ വാങ്ങും. ഇല്ലേ? അങ്ങനെയല്ലേ പറ. പണി കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട സാമ്പത്തിക സൗകര്യങ്ങളോ മറ്റോ ഉള്ള ആളുകളാണ് എങ്കിൽ അവർ അതിരാവിലെ മാർക്കറ്റിൽ പോകും. പണിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് കുളിച്ച് നേരെ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങി വരും. അല്ലെങ്കിൽ പണി കഴിഞ്ഞ് സാധനം വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് കുളിച്ച് പള്ളിയിൽ പോകും. ഇല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്? അപ്പം അവിടെ എന്തില്ല? ഫ്രിഡ്ജില്ല. 1/2 കിലോ തക്കാളി, ഓർമ്മയില്ലേ അങ്ങനത്തെ ഒരു കാലം? 1/2 കിലോ തക്കാളി. ഇപ്പം നമ്മൾ 10 കിലോ തക്കാളി ഒന്നിച്ചാ വാങ്ങുക. എന്തുകൊണ്ട്? പരിയിൽ എന്തുണ്ട്? ഫ്രിഡ്ജുണ്ട്. ഇതിൽ പൊട്ടിയെന്ന് മുറിഞ്ഞതും ഒക്കെ ഉണ്ടാവും. പരമാവധി നമ്മൾ ഒഴിവാക്കാതിരിക്കണം. ഈ പൊട്ടിയ മുറിഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് കയറിക്കൂടും? രോഗാണുക്കൾ. അതുകൊണ്ട് ഫ്രിഡ്ജ് ഒഴിവാക്കാൻ കഴിഞ്ഞോലല്ലാതെ ഈ പറഞ്ഞതിനൊന്നും യാതൊരു അർത്ഥമില്ല. ഫ്രിഡ്ജ് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണം. അത് ഈ അടുത്ത കാലത്ത് വന്ന് നമ്മൾ രോഗിയായപ്പോൾ വന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ്. പണ്ടതില്ല.
ഇപ്പം ഈ ഫ്രിഡ്ജില്ല, മനസ്സിലാണ്ട് പറഞ്ഞത്, ഇറച്ചി 10 ദിവസത്തിനുള്ള ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് വെക്കും. എന്തൊക്കെ രോഗാണുക്കൾ അതിൽ കയറി കൂടിയിട്ടുണ്ടാവും? ഉണ്ടോ ഇല്ലേ നിങ്ങൾ പറയും? അതിനൊന്നും കേട് കൂടാതെ സംരക്ഷിക്കാവുന്ന ഒരു സംവിധാനവും ഇല്ല. കാരണം രോഗാണുക്കൾ അത്രയും സൂക്ഷ്മമാണ്. പിന്നെ മാത്രമല്ല, ഇതൊക്കെ പഴകിയ സാധനങ്ങളാണ്. എന്നോ അറുത്ത ഒരു എന്താ പറയുക, ഉരുവിൻ്റെ മാംസം കഴിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ അത് പഴയ കാലത്തെ രീതിയുണ്ട്. എന്തെന്നറിയോ? ഉണക്കും, സൂര്യപ്രകാശത്തിൽ ഉണക്കും. അപ്പോൾ അതിനൊരു പ്രതിരോധ ശക്തി സ്വാഭാവികമായി ഉണ്ടാവും. ഓർമ്മയില്ല ആ കാലം? പിന്നെ അങ്ങനെ പറ്റും. നല്ലോണം ചുക്ക് പോലെ ആക്കും, ഉണക്കി ചുക്ക് പോലെ ആക്കും. പിന്നെ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിന്നീട് മുറിച്ച് ഭക്ഷണമാക്കും. അങ്ങനെ പഴയ കാലത്ത് നായാട്ട് നടന്നിരുന്ന കാലമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം നായാട്ടിനൊക്കെ പോയ എൻ്റെ വാപ്പ വല്യപ്പ അവരൊക്കെ നായാട്ടുകാരാണ്. പഴയ കാലത്ത് നായാട്ടൊക്കെ നിരോധിക്കുന്നതിന് മുമ്പ് നാട്ടിലെ പ്രധാനപ്പെട്ട നായാട്ടുകാരാണ് എൻ്റെ വാപ്പ വല്യപ്പ. അപ്പോൾ അവർ കുട്ടിക്കാലത്ത് നായാട്ട് നിരോധിച്ചിട്ടില്ല. അക്കാലത്ത് അവർ വൈകുന്നേരമായ നായാട്ടിന് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? മാനിനെ കൊണ്ടുവരും. ഇങ്ങനെ ചിലപ്പോൾ കാട്ടുപോത്ത് 8 10 ആളുകൾ, 10 15 ആളുകളൊക്കെ കൂടിയിട്ട് പോത്തിനെ അറുത്തിട്ട് കൊണ്ടുവരും. അപ്പോൾ ഓരോ ആവശ്യത്തിനും 1 മാസം കഴിക്കാനുള്ള ഇറച്ചി കിട്ടും. അത് ഉണക്ക ചെയ്യുക. പഴയ കാലത്തേ ഉള്ളൊരു രീതിയാണ്. ആ ഒരു ഗുണം ഒരിക്കലും ഫ്രിഡ്ജിലുണ്ടാവില്ല. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പച്ചയായ സാധനം, പച്ചയായി വെക്കുകയാണ്. അതിന് പ്രതിരോധ ശക്തി ഉണ്ടാവില്ല. സൂര്യന് സ്വാഭാവികമായ ഒരു പ്രതിരോധ ശക്തി ഉണ്ട്, വെയിലിന്. അതിൽ ഉണക്കുകയാണ്. പണ്ട് കാലേ അങ്ങനെയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവമായൊരു കാര്യം, നമ്മളെ വീട്ടിൽ കയറിക്കൂടിയ ഇത്തരം ആധുനിക ഉപകരണങ്ങളെ വലിച്ചെറിയാതെ ആരോഗ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമുക്കൊരിക്കലും കഴിയില്ല. അത് ചെയ്യുന്നെ വേണം. അത് ചിന്തിക്കണം. വേണമെന്ന് വിചാരിച്ചാൽ കഴിയും.